ഹലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്ന ആളാണോ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറി എഴുതുന്ന, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെക്കുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഒരുപാട് കാലം കഴിയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2020-ലാണ്. ഇപ്പം 2026-ആയി, ഏകദേശം 6 വർഷങ്ങളായി. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബിലിട്ട ക്രിഞ്ചായിട്ടുള്ള വീഡിയോസ് അടക്കം എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കാതെയും ഡിലീറ്റ് ആക്കാതെയും വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബിന് എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലിയതായിരുന്നു. കാരണം അന്ന് പ്രോപ്പറായിട്ടൊരു ക്യാമറ ഇല്ല, ലൈറ്റിംഗ് സിസ്റ്റം ഇല്ല, ഇത്ര ഫോണിൻ്റെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. അപ്പം ലൈറ്റൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു നീല കളറും റെഡ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഒരു നീല റെഡ് കളറുള്ള 0 ബൾബൊക്കെ തൂക്കിയിട്ടിട്ടായിരുന്നു ഞാൻ ഈ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ലൈറ്റൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷെ അത്ര എഫേർട്ട് ഞാൻ ഇടുന്നില്ല, കുറച്ചുകൂടെ മടിയത്തിയായിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മളെ കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്യും, നമ്മളിങ്ങനെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുമ്പം കുറച്ച് കാലം കഴിയുമ്പോൾ ഭയങ്കര രസമാണത് കാണാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഞാൻ മാർക്ക് കുറഞ്ഞിട്ട് കരഞ്ഞു മോങ്ങിയിട്ട ഒരു വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിലുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, നല്ല മാർക്കിൽ പാസ്സായി, സ്കോളർഷിപ്പൊക്കെ കിട്ടി, നല്ലപോലെ പോകുന്ന സമയത്ത് ആ വീഡിയോ എടുത്ത് കാണുമ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്ര സങ്കടത്തിൽ നിന്ന് ഞാൻ കയറി വന്നിട്ട് ഇപ്പം അടിപൊളിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ തെന്നാലിരാമൻ്റെ കഥയിലാണെന്ന് തോന്നുന്നു, ഖുസ്രുവിൻ്റെ കഥയിലാണെന്ന് തോന്നുന്നു, ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതായത് നമ്മൾ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്തും സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തും പറയാൻ പറ്റിയൊരു ഡയലോഗാണെന്ത്, ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്നത്. ഒരു സന്തോഷവും ഒരു സങ്കടവും നമുക്ക് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഏത് ദുരിതമാണെങ്കിലും ഏത് മുറിവുള്ള ആളുകളാണെങ്കിലും എല്ലാ മുറിവുകളും നമുക്ക് ഉണങ്ങും. ഒരു കാലം കഴിക്കും, അതിന് സമയം വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളൊരു കാര്യം. അപ്പം നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്തോഷങ്ങളോ എഫേർട്ടുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു രസമല്ലേ. ഇപ്പം ഡയറി എടുത്ത് എഴുതുന്ന ആളുകൾ, ഡയറി വേറെ ആർക്കും കയ്യിൽ കിട്ടരുത് കേട്ടോ, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഫോണിൽ നോട്ട്സിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ആൾക്കാർക്ക് പിന്നീട് വായിക്കുമ്പോൾ അത് രസമായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ജൂത പെൺകുട്ടിയുടെ? അതായത് ഈ ലോകമഹായുദ്ധം നടന്ന സമയത്ത് യഹൂദരെ ഹിറ്റ്ലർ അവരുടെ രാജ്യത്തു നിന്ന് ആട്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ വളരെ ക്രൂരമായിട്ട് ശിക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ആൻ ഫ്രാങ്ക് ഡയറി കുറിപ്പുകൾ എഴുതുന്നത്. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ, പ്രണയങ്ങൾ, ദുരിതങ്ങൾ, യുദ്ധങ്ങൾ എല്ലാം ആ ഡയറിയിൽ, കിറ്റി എന്ന് പറഞ്ഞ ഡയറിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവൾ. അത് വായിച്ചു നോക്കാൻ നല്ല രസമാണ്. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു യുദ്ധത്തിൻ്റെ ഭീകരതയൊക്കെ മനസ്സിലാവും. അവർ ഒളിച്ചു നിന്ന് ഒളിത്താവളം, വെറും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മാത്രം ഭക്ഷിച്ച രാത്രികളും പകലുകളും, അതിനിടയിൽ അവളുടെ കലപിലകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡയറിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഒരു ആഴം. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആൽബം, നമ്മൾ പണ്ടുള്ള നമ്മുടെ ആൽബമൊക്കെ മറിച്ച് നോക്കുന്ന പോലെ ഞങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ പഴയ വീഡിയോസ് കാണുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം ഇതൊക്കെ തന്നെയാണ്, പഴയ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം, നമ്മുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാം.
നമ്മുടെ ക്രിഞ്ചായിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ഇരുന്ന് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവമായിരുന്നല്ലോ എന്ന് നമുക്ക് ആലോചിച്ചിട്ട് ചിരിക്കാം. അപ്പം നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് തുടരുക. അതാണ് എനിക്ക് പറയാറുള്ളത്. ഓക്കെ.